ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 2 Still We Rise. 1 child, 1 teacher, 1 pen and 1 book can change the world. You are a part of different families, societies, communities, etc. Sometimes you have to face many struggles and obstacles. Who will help you in such situations? In Cinderella's life, a fairy helped her to change her fortune. But in real life, can we expect such fairies to help us? നമ്മളെല്ലാവരും വ്യത്യസ്ത കുടുംബങ്ങൾ, സമുദായങ്ങൾ, സമൂഹം മുതലായവയുടെ ഭാഗമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിരവധി പോരാട്ടങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ആരാണ് നിങ്ങളെ സഹായിക്കുക? സിൻഡ്രല്ലയുടെ ജീവിതത്തിൽ ഒരു ഫെയറി വന്ന് അവളെ സഹായിച്ചു. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അത്തരം ഫെയറീസ് വന്ന് നമ്മളെ സഹായിക്കുമോ? ഇല്ല. There are some people in our society who raised their voice for their rights and also for bringing about positive changes in the society. Malala Yousafzai is one among them. She is the girl who stood up for education and suffered for that. Let us read the speech of Malala, which she delivered at the UN General Assembly. സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമായി ശബ്ദമുയർത്തിയ ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മലാല യൂസഫ്സായ് അതിലൊരാളാണ്. വിദ്യാഭ്യാസത്തിനായി നിലകൊള്ളുകയും അതിനായി കഷ്ടപ്പെടുകയും ചെയ്ത പെൺകുട്ടിയാണ് മലാല. UN പൊതുസമ്മേളനത്തിൽ മലാല നടത്തിയ പ്രസംഗമാണ് പാഠഭാഗം. 2013 ജൂലൈ 12 UN വിളിച്ചു ചേർത്ത യുവജന സമ്മേളനത്തിലാണ് മലാല പ്രസംഗിച്ചത്. ജൂലൈ 12 മലാല ഡേ ആയിട്ടാണ് അറിയപ്പെടുന്നത്. Let us read the speech of Malala. 1 child, 1 teacher, 1 pen and 1 book can change the world. Respected elders and my dear brothers and sisters, today it is an honor for me to be speaking again after a long time. Being here with such honorable people is a great moment in my life. I don't know where to begin my speech. I don't know what people would be expecting me to say. But first of all, thank you God for whom we all are equal, and thank you every person who has prayed for my fast recovery and a new life. I cannot believe how much love people have shown me. I have received thousands of good wish cards and gifts from all over the world. Thank you to all of them. Thank you to the children whose innocent words encouraged me. Thank you to my elders whose prayers strengthened me. ബഹുമാനപ്പെട്ട മുതിർന്നവരെ, സഹോദരീ സഹോദരന്മാരെ, ഇന്ന് വളരെ കാലത്തിന് ശേഷം വീണ്ടും സംസാരിക്കുന്നു. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമാണ്, ഒരു ബഹുമതിയാണ്. ആദരണീയരായ ആളുകളുടെ കൂടെ ഇവിടെ ആയിരിക്കുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു മികച്ച നിമിഷമാണ്. എവിടെ നിന്ന് സംസാരിച്ചു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തു സംസാരിക്കുമെന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നതെന്നും എനിക്ക് അറിയില്ല. പക്ഷേ ഒന്നാമതായി ഞാൻ നമ്മെ എല്ലാവരെയും തുല്യരായി കാണുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സുഖപ്രാപ്തിക്കും പുതുജീവനുമായി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. എന്നോട് ആളുകൾ ഒരുപാട് സ്നേഹം കാണിച്ചു. എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ലോകമെമ്പാടു നിന്നും ആയിരക്കണക്കിന് ഗുഡ് വിഷ് കാർഡുകളും സമ്മാനങ്ങളും എനിക്ക് കിട്ടി. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നിഷ്കളങ്കമായ വാക്കുകൾ കൊണ്ട്
എന്നെ പ്രോത്സാഹിപ്പിച്ച കുട്ടികളോടും ഞാൻ നന്ദി പറയുന്നു. പ്രാർത്ഥന കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തിയ മുതിർന്നവരോടും ഞാൻ നന്ദി പറയുന്നു. മലാല ഒരു പാകിസ്ഥാനി പെൺകുട്ടിയാണ്. പാകിസ്ഥാനിലെ സ്വാത്ത് ജില്ലയിലെ മിങ്കോറയാണ് മലാലയുടെ ജന്മദേശം. അവിടെ തീവ്രവാദ ശക്തിയായിരുന്ന താലിബാന്റെ ഭരണകേന്ദ്രം കൂടിയായിരുന്നു. അവിടെയുള്ള പെൺകുട്ടികൾ സ്കൂളിൽ പോകരുതെന്ന് താലിബാന്റെ വിലക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മലാല സ്കൂളിൽ പോയി തിരികെ സ്കൂൾ ബസ്സിൽ വരുന്ന സമയത്താണ് താലിബാന്റെ ആക്രമണമുണ്ടായത്. അവർ മലാലയ്ക്കെതിരെ വെടിയുതിർത്തു. ആ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ മലാല മരണത്തോട് മല്ലടിച്ച് ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നീട് ക്രമേണ അവൾ സുഖം പ്രാപിച്ചു വന്നു. അതിനുശേഷമുള്ള അവളുടെ ആദ്യത്തെ പ്രസംഗമാണ് UN ജനറൽ അസംബ്ലിയിൽ നടന്നത്. ആദ്യമായി അവൾ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത്? അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ്. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡു റിമെമ്പർ വൺ തിങ്. മലാല ഡേ ഈസ് നോട്ട് മൈ ഡേ. ടുഡേ ഈസ് ദ ഡേ ഓഫ് എവരി വുമൺ, every boy and every girl who have raised their voice for their rights. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒരു കാര്യം ഓർക്കുക. മലാല ഡേ എന്നത് എന്റെ ദിവസമല്ല. ഈ ദിവസം അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ദിവസമാണ്. There are hundreds of human rights activists and social workers who are not only speaking for human rights but who are struggling to achieve their goals of education, peace and equality. Thousands of people have been killed by the terrorists and millions have been injured. I am just one of them. മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരുമായി നൂറുകണക്കിന് ആളുകളുണ്ട്. അവർ മനുഷ്യാവകാശത്തിനു വേണ്ടി മാത്രമല്ല ശബ്ദമുയർത്തുന്നത്, പിന്നെയോ വിദ്യാഭ്യാസത്തിനും സമാധാനത്തിനും സമത്വത്തിനും വേണ്ടി കൂടിയാണ് കഷ്ടം സഹിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഭീകരരാൽ കൊല്ലപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ഞാൻ അവരിൽ ഒരാൾ മാത്രമാണ്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, we realize the importance of light when we see darkness. We realize the importance of our voice when we are silenced. In the same way, when we were in Swat, the north of Pakistan, we realized the importance of pens and books when we saw the guns. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇരുട്ട് അന്ധകാരം കാണുമ്പോഴാണ് നാം പ്രകാശത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നത്. നിശബ്ദമാക്കപ്പെടുമ്പോഴാണ് നാം ശബ്ദത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക. അതുപോലെ തന്നെ ഞങ്ങൾ സ്വാത്തിൽ, പാകിസ്ഥാന്റെ വടക്കൻ പ്രവിശ്യയായിരുന്ന സ്വാത്തിലായിരുന്നപ്പോൾ തോക്കുകൾ കണ്ടപ്പോഴാണ് പേനയുടെയും ബുക്കിന്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞത്. The wise saying, "The pen is mightier than the sword," was true. The extremists are afraid of books and pens. The power of education frightens them. They are afraid of women. The power of the voice of women frightens them. വാളിനേക്കാൾ ശക്തമാണ് പെൻ എന്ന് അറിവുള്ളവർ പറയുന്നത് സത്യമായിരുന്നു. തീവ്രവാദികൾ വിദ്യാഭ്യാസത്തെ ഭയപ്പെടുന്നു. പേനയും ബുക്കിനെയും ഭയപ്പെടുന്നു എന്നാൽ വിദ്യാഭ്യാസത്തെ ഭയപ്പെടുന്നു. വിദ്യാഭ്യാസത്തിന്റെ ശക്തി അവരെ ഭയപ്പെടുത്തുന്നു. അവർ സ്ത്രീകളെ ഭയപ്പെടുന്നു. സ്ത്രീകളുടെ ശബ്ദത്തിന്റെ പവർ അവരെ ഭയപ്പെടുത്തുന്നു. Honorable Secretary General, peace is necessary for education. In many parts of the world, terrorism, wars and conflicts stop children from going to schools. We are really tired of these wars. Women and children are suffering in many parts of the world in many ways. Many innocent and poor children are victims of child labor. Young girls have to do domestic child labor and are forced to get married at an early age. Poverty, ignorance, injustice, racism, and the deprivation of basic rights are the main problems faced by both men and women. ബഹുമാനപ്പെട്ട സെക്രട്ടറി ജനറൽ, സമാധാനം വിദ്യാഭ്യാസത്തിന് അത്യാവശ്യമായ ഒന്നാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള തീവ്രവാദവും യുദ്ധവും സംഘർഷങ്ങളും കുട്ടികളെ സ്കൂളിൽ പോകുന്നതിൽ നിന്ന് തടയുന്നു.
ഈ യുദ്ധങ്ങൾ കാരണം ഞങ്ങൾ മടുത്തു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകളും കുട്ടികളും പലതരത്തിൽ കഷ്ടപ്പെടുന്നു. നിഷ്കളങ്കരും പാവപ്പെട്ടവരുമായ നിരവധി കുട്ടികൾ ബാലവേലയുടെ ഇരകളാണ്. ഗാർഹിക ബാലവേല ചെയ്യാനും ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കാനും നിർബന്ധിതരാക്കപ്പെടുന്ന ചെറു പെൺകുട്ടികളുണ്ട്. ദാരിദ്ര്യവും അജ്ഞതയും അനീതിയും വർഗീയതയും അടിസ്ഥാന അവകാശങ്ങൾ നഷ്ടപ്പെടലുമെല്ലാം സ്ത്രീകളും പുരുഷന്മാരും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. ഡിയർ ഫെല്ലോസ്, today I am focusing on women's rights and girls' education because they are suffering the most. There was a time when women social activists asked men to stand up for their rights. But this time we will do it by ourselves. I am not telling men to step away from speaking for women's rights. Rather, I am focusing on women to be independent to fight for themselves. പ്രിയ കൂട്ടരെ, ഇന്ന് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. വനിതാ സാമൂഹിക പ്രവർത്തകർ സ്ത്രീകളുടെ അവകാശത്തിനായി പുരുഷന്മാരോട് ശബ്ദമുയർത്താൻ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത് ഞങ്ങൾ സ്വയം ചെയ്യും. പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ നിന്ന് പിന്മാറാനല്ല ഞാൻ പറയുന്നത്. മറിച്ച് സ്ത്രീകൾ സ്വതന്ത്രരായി നിന്ന് തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതിലേക്കാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. Dear sisters and brothers, now it's time to speak up. We call upon the world leaders that all the peace deals must protect women and children's rights. A deal that goes against the dignity of women and their rights is unacceptable. We call upon all governments to ensure free, compulsory education for every child all over the world. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമായിരിക്കുന്നു. എല്ലാ സമാധാന ഇടപാടുകളും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുന്നതാവണമെന്ന് ലോക നേതാക്കന്മാരോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. സ്ത്രീകളുടെ അന്തസ്സിനും അവകാശങ്ങൾക്കുമെതിരെയുള്ള ഒരു കരാറും സ്വീകാര്യമല്ല. ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന് ഗവൺമെന്റിനോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. We call upon all governments to fight against terrorism and violence, to protect children from brutality and harm. We call upon the developed nations to support the expansion of educational opportunities for girls in the developing world. തീവ്രവാദത്തിനും അക്രമത്തിനുമെതിരെ പോരാടാനും ക്രൂരതയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനും എല്ലാ സർക്കാരുകളെയും ഞങ്ങൾ വിളിക്കുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവസരങ്ങളുടെ വിപുലീകരണത്തെ പിന്തുണയ്ക്കുന്നതിനായി വികസിത രാജ്യങ്ങളെ ഞങ്ങൾ വിളിക്കുന്നു. We call upon all communities to be tolerant, to reject prejudices based on caste, creed, religion or gender, to ensure freedom and equality for women so that they can flourish. We cannot all succeed when half of us are held back. സഹിഷ്ണുതയുള്ളവരായിരിക്കുവാൻ എല്ലാ സമൂഹത്തോടും ആഹ്വാനം ചെയ്യുന്നു. ജാതി, മതം, വർഗം, ലിംഗഭേദം തുടങ്ങിയ മുൻവിധികളെ അടിസ്ഥാനമാക്കിയുള്ള എന്തിനേയും നിരസിക്കുക. സ്ത്രീ സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുക. അതിലൂടെ സ്ത്രീകൾക്ക് മുന്നേറാൻ സാധിക്കും. നമ്മിൽ പകുതിയിലേറെ പേരും പിറകിലായിരിക്കുമ്പോൾ നമുക്ക് വിജയിക്കാനാവില്ല. We call upon our sisters around the world to be brave, to embrace the strength within themselves and realize their full potential. ധൈര്യമുള്ളവരായിരിക്കുക, തങ്ങളുടെ ഉള്ളിലെ കഴിവിനെ തിരിച്ചറിയുക, ശക്തി പ്രാപിക്കുക എന്ന് ലോകമെമ്പാടുമുള്ള സഹോദരിമാരോടായി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. Dear brothers and sisters, we want schools and education for every child's bright future. We will continue our journey to our destination of peace and education for everyone. No one can stop us.
We will speak for our rights and we will bring change through our voice. We must believe in the power and strength of our words. Our words can change the world. പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാ കുട്ടികളുടെയും ശോഭനമായ ഭാവിക്കായി നമുക്ക് വിദ്യാലയങ്ങൾ വേണം, വിദ്യാഭ്യാസം വേണം. സമാധാനം, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ തുടരും. ആർക്കും നമ്മെ തടയാനാവില്ല. നമ്മുടെ അവകാശങ്ങൾക്കായി നമ്മൾ സംസാരിക്കും. നമ്മുടെ വാക്കുകളിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വസിക്കണം. ലോകത്തെ മാറ്റാൻ നമ്മുടെ വാക്കുകൾക്കു കഴിയും. Because we are all together, united for the cause of education, and if we want to achieve our goal, then let us empower ourselves with the weapon of knowledge, and let us shield ourselves with unity and togetherness. കാരണം നാമെല്ലാവരും ഒരുമിച്ചാണ്, വിദ്യാഭ്യാസത്തിനായി ഒന്നു ചേർന്നവർ. നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടണമെങ്കിൽ നമ്മെ തന്നെ ശാക്തീകരിക്കണം. അറിവ് എന്ന ആയുധം ഉപയോഗിച്ച് നമ്മെ തന്നെ ശാക്തീകരിക്കാം. ഐക്യത്തോടും ഒരുമയോടും കൂടി നമുക്ക് നമ്മെ സ്വയം സംരക്ഷിക്കാം. Dear brothers and sisters, we must not forget that millions of people are suffering from poverty, injustice and ignorance. We must not forget that millions of children are out of schools. We must not forget that our sisters and brothers are waiting for a bright, peaceful future. So let us wage a global struggle against illiteracy, poverty and terrorism, and let us pick up our books and pens. They are our most powerful weapons. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദാരിദ്ര്യത്തിലും അനീതിയിലും അജ്ഞതയിലും കഷ്ടപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ നാം മറന്നു പോവരുത്. ദശലക്ഷക്കണക്കിന് കുട്ടികൾ സ്കൂളുകൾക്ക് പുറത്താണ്. അവരെ നാം മറന്നു പോവരുത്. ശോഭനമായ സമാധാനപരമായ ഒരു ഭാവിക്കായി കാത്തിരിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരന്മാരെ നാം മറക്കരുത്. അതിനാൽ നിരക്ഷരതയ്ക്കെതിരെയും ദാരിദ്ര്യത്തിനും തീവ്രവാദത്തിനുമെതിരെയും നമുക്ക് ഒരു ആഗോള സമരം നടത്താം. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളും പേനയും എടുക്കാം. അതാണ് നമ്മുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ. One child, one teacher, one pen and one book can change the world. Education is the only solution. Education first. ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പേന, ഒരു പുസ്തകത്തിനും ലോകത്തെ മാറ്റാൻ കഴിയും. വിദ്യാഭ്യാസം മാത്രമാണ് പരിഹാരം. ആദ്യം വിദ്യാഭ്യാസം. Malala Yousafzai is a Pakistani activist for female education and the youngest ever Nobel Prize recipient. She is known mainly for human rights advocacy for education and for women in her native Swat Valley, where girls were at times not allowed to attend schools. Yousafzai's advocacy has grown into an international movement. സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാകിസ്ഥാനി ആക്ടിവിസ്റ്റാണ് മലാല യൂസഫ്സായി. നൊബേൽ പ്രൈസ് ജേതാവാണ് മലാല. 2014 നൊബേൽ പ്രൈസ് ലഭിച്ചത്. മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്നതിൽ അറിയപ്പെടുന്ന ആളാണ് മലാല. അവളുടെ സ്വദേശമായ സ്വാത് വാലിയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാണ് പ്രധാനമായും വാദിക്കുന്നത്. മലാലയുടെ മൂവ്മെന്റ് ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.